നിങ്ങൾ ഈ വീഡിയോയുടെ തംബ്നെയിലിലെ ഫോട്ടോ ശ്രദ്ധിച്ച് കാണും. അതത്ര മര്യാദയുള്ള ഒരു ഫോട്ടോയല്ല. പക്ഷേ അത് ഞാനുണ്ടാക്കിയതൊന്നുമല്ല. ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പത്രസമ്മേളനത്തിൽ എടുത്ത് പൊക്കിക്കാണിച്ച ഒരു പാക്കറ്റാണ് അത്. അത് സാനിറ്ററി പാഡിൻ്റെ ഒരു പാക്കറ്റാണ്. അതിൻ്റെ പുറത്ത് രാഹുൽ ഗാന്ധിയുടെ പടം. സ്വാഭാവികമായിട്ട് അകത്തും രാഹുൽ ഗാന്ധിയുടെ പടം കാണും. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസ് ബീഹാറിലെ സ്ത്രീകൾക്ക് സാനിറ്ററി പാഡ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അത് പാവപ്പെട്ടവർക്കാണോ പണക്കാർക്കാണോ എന്നൊന്നും എനിക്കറിയില്ല. 5 ലക്ഷമോ 10 ലക്ഷമോ ഏതാണ്ട് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതൊന്നും എൻ്റെ വിഷയവുമല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലത്തെ പല നമ്പറുകളും ഒക്കെ പല രാഷ്ട്രീയ പാർട്ടികളും ഇറക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് ഈ ഫോട്ടോയിൽ കണ്ടതുപോലെ 2500 രൂപ മറ്റോ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാഗ്ദാനമൊക്കെയാണ്. എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല. ഞാൻ ഇങ്ങനെ വൃത്തികെട്ട ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ, സാനിറ്ററി പാഡിൻ്റെ പരസ്യത്തിനായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഉപയോഗിക്കുന്നത് എന്ത് മര്യാദയാണ്, എന്തൊരു നാണക്കേടാണ്, എന്തൊരു വൃത്തികേടാണ്, എന്തൊരു അലമ്പാണ്, തല്ലുകൊള്ളിത്തരമാണ്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ വലിയ അധികാരിയാണ് രാഹുൽ ഗാന്ധി, സമ്മതിച്ചു. പക്ഷേ ആ മനുഷ്യൻ ഒരു മനുഷ്യനും കൂടെയാണല്ലോ. മറ്റുള്ളവരൊക്കെ അങ്ങനെ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്, ഒരു സ്റ്റാറ്റസൊക്കെ ഉള്ള ആളാണ്. പലപ്പോഴും ഇവരൊക്കെ ഇടുന്നോ ഒക്കെ തോന്നുന്നത് വിളിച്ച് പറയുമായിരിക്കും. എന്തുമായിക്കോട്ടെ, ഞാനും ധാരാളം അങ്ങനെ വിമർശിക്കാറൊക്കെയുണ്ട്. പക്ഷേ സാനിറ്ററി പാഡിൻ്റെ കവറിൽ ആ മനുഷ്യൻ്റെ ഫോട്ടോ ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് തന്നെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ, സോണിയാഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോയും ഉണ്ട് പോലും. അത് ഞാൻ കണ്ടില്ല, ഉണ്ടെന്ന് പറയുന്നു. അതേ ചൊല്ലി ബീഹാറിൽ വലിയ ബഹളം നടക്കുന്നു. എവിടെയും ആയിക്കോട്ടെ, വൃത്തികേടിനൊരു അതിര് വേണ്ടേ? സാനിറ്ററി പാഡിൻ്റെ പുറത്ത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അച്ചടിക്കുക എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അപമാനമേ ഇരിക്കട്ടെ, അത് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? സാനിറ്ററി പാഡിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാമല്ലോ. എന്തൊരു വൃത്തികേടാണ്. ഈ സാനിറ്ററി പാഡ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. തമിഴ്നാട്ടിൽ TV കൊടുക്കുന്നു, അരകല്ല്, ആട്ടുകല്ല്, കൈ കിട്ടിയതൊക്കെ കൊടുക്കുന്നു. ശരി, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഉപയോഗിക്കാൻ ഒരറപ്പും തോന്നിയില്ല കോൺഗ്രസ്സുകാർക്ക്. കേരളത്തിലെ കോൺഗ്രസ്സുകാരെങ്കിലും നാണമുള്ളവരാണെങ്കിൽ ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട. മോശമാണ് ഇത്, എന്തൊരു വൃത്തികേടാണ്, എന്തൊരു കഷ്ടം. കുറച്ചു കാലം മുമ്പ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിയോ വിസ്കിയോ മറ്റോ ഇറങ്ങി. ക്രിസ്ത്യാനികൾ കുറച്ച് പേര് ബഹളമൊക്കെ വെച്ചു. സഭ അവരെ ശാന്തരാക്കി പോട്ടെ, മിണ്ടണ്ട. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയതല്ല എന്നൊക്കെ ചോദിച്ച് തിരിച്ച് തട്ടിക്കയറും. ഇപ്പോൾ എങ്ങനെയെങ്കിലും തൊലയിട്ടാന്ന്. അത് പിന്നെ ഇഷ്യൂ ആകാതെ അങ്ങ് പോയി. ആ ബ്രാൻഡിയോ വിസ്കിയോ എന്താണെന്ന് വെച്ചാൽ ആ മദ്യം ഇപ്പോഴും കിട്ടാനുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതിന് CB എന്നാണ് പേര്, ചുരുക്കപ്പേര് വീഴുമല്ലോ. മഹാത്മാഗാന്ധി റോഡ് എന്നിട്ട് കഴിഞ്ഞാൽ MG റോഡെന്ന് വിളിക്കുക ആൾക്കാർ. അതുപോലെ ഈ രാഹുൽ ഗാന്ധിയുടെ പേര് അതിൽ വന്നേ പറ്റുമെങ്കിൽ വല്ല RG പാലെന്നോ അങ്ങനെ വല്ലതും ഇട്ടിട്ട് സൂത്രത്തിന് പറയുക, ചേച്ചി ഇത് രാഹുൽ ഗാന്ധിയുടെ സമ്മാനമാണ് കേട്ടോ. ഇത് ഒന്നാമത് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ പറ്റിയൊരു സമ്മാനമാണോ ഇത്? ഒരു വ്യക്തിയുടെ പേരിൽ നിങ്ങളിത് ചെയ്യുമ്പോൾ അതൊരു വൃത്തികേടല്ലേ? അപ്പം എന്താ ഈ പറയുന്നത്? ആ ബീഹാറിലെ സ്ത്രീകൾക്ക് ഹൈജീനെ പറ്റി ബോധവൽക്കരണം രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരുകൾക്കും ഇടയ്ക്കുള്ളതാണ്. ബോധവൽക്കരണം ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ബോധം കെട്ട് കിടക്കുകയാണ്, ഇവർക്ക് മാത്രമേ ബോധമുള്ളൂ. ഇത്രയും വൃത്തികെട്ട ബോധമില്ലാത്ത രാഷ്ട്രീയക്കാരെ പോലെ വേറൊരു വർഗത്തെ കാണാൻ പറ്റില്ല. ഞാൻ സകല പാർട്ടിയും ചേർത്ത് പറയുകയാണ്. എന്നിട്ട് അവർ നാട്ടുകാരെ ബോധവൽക്കരിക്കാൻ ഇറങ്ങും. ഹൈജീനിനെ പറ്റി ബോധവൽക്കരണമൊന്നും ബീഹാറിൽ നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ബീഹാറിൽ ഒരു 1991-92 കാലഘട്ടം മുതൽ പലതവണ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ടുണ്ട്. ജോലിയുടെ ആവശ്യത്തിന് പോയതാണ്, പക്ഷേ ഗ്രാമപ്രദേശത്തായിരുന്നു. അവിടെയൊക്കെ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ മനുഷ്യരെയൊക്കെ നമ്മളെപ്പോലെയൊക്കെ മനുഷ്യരാണ് അവിടെയും.
നമുക്കൊരു പൊതുധാരണയുണ്ട്, ബീഹാർ, ജാർഖണ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ കാടന്മാരാണ്. അങ്ങനെയൊന്നുമല്ല. അവിടെ നല്ല ഒന്നാം തരം ഗുണ്ടകളുണ്ട്. നമ്മുടെ നാട്ടിലില്ലേ ഗുണ്ടകൾ? നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഗതി കെട്ടുപോയി ഒന്ന് ചുമടെടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചുമടെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ ചുമടെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഒന്നെടുത്ത് നോക്കിക്കേ, ഒന്നെടുത്ത് നോക്കൂ. ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഓടിക്കാൻ നോക്കിക്കേ, നടക്കില്ല. ഇതല്ലേ ഗുണ്ടാപ്പണി? ഇതാണ് ഗുണ്ടാപ്പണി. ഇവിടെ അത് രാഷ്ട്രീയ പാർട്ടിയുടെയോ ട്രേഡ് യൂണിയൻ്റെ മേൽവിലാസത്തിൽ ചെയ്യുന്നു, അവിടെ വ്യക്തിയുടെ മേൽവിലാസത്തിൽ ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരവരുടേതായ ഗുണ്ടകളെ അവർ പോറ്റി വളർത്തുന്നു, അങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞു. ഉത്തർപ്രദേശിൽ യോഗിയുടെ ഭരണം വന്നതോടെയും ബീഹാറിൽ നമ്മളെ നിതീഷ് കുമാറിൻ്റെ ഭരണം വന്നതോടെയും ഈ ഗുണ്ടാപ്പണിയൊക്കെ വളരെയധികം കുറഞ്ഞു. എന്നാലും ഇപ്പോഴും ഉണ്ടാകും, എല്ലായിടത്തും ഉണ്ടല്ലോ. ഇവിടെ ഞാനിതാ പറയുന്നത്, എല്ലാത്തിൻ്റെയും സോഴ്സ് കേരളമാണ്. ഈ ഗുണ്ടാപ്പണിയുടെയൊക്കെ സോഴ്സ് കേരളമാണ്. പക്ഷേ അവർക്ക് രാഷ്ട്രീയ പിന്തുണയുള്ളതുകൊണ്ട് അത് കൊള്ളാവുന്ന ഗുണ്ടാപ്പണിയും മറ്റത് കൊള്ളില്ലാത്ത ഗുണ്ടാപ്പണിയും എന്നാണ് വയ്ക്കുന്നത്. ഞാൻ ബീഹാറിൽ പഴയ ബൂത്ത് പിടിക്കുന്ന ആൾക്കാരില്ലേ, അവരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബൂത്ത് പിടിച്ച് വെട്ടൊക്കെ മേടിച്ച് നിൽക്കുന്ന അതുപോലെയുള്ള ആൾക്കാരെ വരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പരിപാടിയൊക്കെ തന്നെ അവിടെയും ഇവിടെയും ബൂത്ത് പിടുത്തവും അടിപിടിയും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കലും വെട്ടലും ഇത് എന്താ മണ്ഡല പുനർനിർണ്ണയവും മണ്ണാങ്കട്ടയൊക്കെ നടക്കുന്നില്ലേ, ഇതുപോലെയൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സ്ത്രീകളെ ഈ ഹൈജീൻ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് മോശപ്പെട്ട കാര്യമാണ്. അവരെ അപമാനിക്കുന്ന പോലെയാണത്. നമ്മുടെ കേരളത്തിലെ പോലെയല്ലേ അവരും? കേരളത്തിൽ എന്തൊക്കെ അറിയാമോ അറിഞ്ഞുകൂടെ, അതൊക്കെ ഏറിയും കുറഞ്ഞും ഒക്കെ ബീഹാറിലും ഉണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് ഈ സാനിറ്ററി പാഡ് വരുന്നതിന് മുമ്പ് സ്ത്രീകൾ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? അക്കാലത്ത് ഞാനും ഒക്കെ ജീവിച്ചിട്ടുണ്ട്. ഈ സാനിറ്ററി പാഡ് വന്ന ഓർമ്മയൊക്കെ എനിക്കുണ്ട്. അധിക കാലമൊന്നും ആയിട്ടില്ല അത് വന്നിട്ട്. ഇതിൻ്റെ ആദ്യത്തെ പരസ്യം ടി വിയിൽ വരുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. ധോന സുഖാന ബനാന അബ് ഗയാ ഓ ജമാന എന്ന് പറഞ്ഞുകൊണ്ട് കെയർ ഫ്രീ ആയിരുന്നു അതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ കഴുകുക, ഉണക്കുക, മടക്കുക. ബനാന എന്ന് പറയുന്നത് മടക്കി ഒരു രീതിയിലാക്കി എടുക്കുക. അപ്പോൾ ഇപ്പോൾ ആ കാലം പോയിരിക്കുന്നു. അതാണ് ധോന സുഖാന ബനാന അബ് ഗയാ ഓ ജമാന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ ത്രോ എവേ സാനിറ്ററി നാപ്കിൻസ് ദാ വന്നിരിക്കുന്നു, കെയർ ഫ്രീ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇറങ്ങുന്നത്. ആദ്യകാലത്ത് ആളുകളൊക്കെ ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് അത് വളരെ പോപ്പുലറായി. ഇത് ബ്രാൻഡുകൾ ഇറങ്ങി, സൗകര്യമായി, കുറച്ചുകൂടെ സൗകര്യമായി. പണ്ട് ഇത് വെച്ചിട്ട് ജോലി ചെയ്യാനോ ഓഫീസിൽ പോകാനോ ഒക്കെ പ്രയാസമായിരുന്നു. ആ ദിവസങ്ങളിൽ സ്ത്രീകൾ കഷ്ടത അനുഭവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ച് ഹൈജീനിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് പറയണമല്ലോ. ഈ കഷ്ടതയും അതിൻ്റെ അസോസിയേറ്റഡ് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഹൈജീനൊന്നും ആരും നശിപ്പിച്ചിരുന്നില്ല. അങ്ങനെയൊന്നും പറയരുത്. എത്രയോ സ്ത്രീകൾ എത്രയോ കാലം ജീവിച്ച നാടാണിത്. സാനിറ്ററി നാപ്കിൻ ഇല്ലാതിരുന്ന കാലത്തും അന്തസ്സായിട്ട് സ്ത്രീകൾ ജീവിച്ചു. അത് കാശുള്ളവരും കാശില്ലാത്തവരുമെല്ലാം. അതുകൊണ്ട് വെറുതെ മനുഷ്യരെ പേടിപ്പിക്കരുത്. പിന്നെ ഇതിൻ്റെ ശുദ്ധാശുദ്ധങ്ങളുടെ കൺസെപ്റ്റ് അതും മാറി. പണ്ടൊക്കെ ഇതിന് പ്രത്യേകം പെര കെട്ടിയിട്ട് അവിടെ പോയി താമസിക്കുന്നൊക്കെ പറയുമായിരുന്നു. അതിന് ഹൈജീനുമായിട്ട് ബന്ധമൊന്നുമില്ല. അതൊക്കെ അന്നത്തെ ശുദ്ധാശുദ്ധങ്ങളുടെ ഒരു ധാരണയായിരുന്നു. ആ ധാരണ പിന്നീട് മാറി കുറേയധികം സൗകര്യങ്ങൾ കുറഞ്ഞു. ഇപ്പോൾ അവിടെയായിട്ട് പെര കെട്ടി കൊടുക്കാനൊക്കെ പറ്റുമോ? അപ്പോൾ ഇതായി ഒരു വീടായി, അതിൽ തന്നെ പെരുമാറാൻ തുടങ്ങി, അടുക്കളയിൽ കയറാൻ തുടങ്ങി. ഇപ്പോഴും പലരും വിളക്ക് കൊളുത്താനോ പിടിക്കാനോ പോകാറില്ല. ആ പീരീഡിൽ ഉണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനതിൽ വിരോധമൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ഒരു തവണ അടുത്ത കാലത്താണ് തിരുപ്പതിയിൽ പോയി വന്നു. അപ്പോൾ തിരുപ്പതി ലഡ്ഡു ഉണ്ടല്ലോ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അയൽവക്കത്തൊക്കെ. ഒരു വീട്ടിൽ ഞാൻ ഇതുമായിട്ട് ചെന്നപ്പോൾ വാ ചേട്ടാ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു, വലിയ കാര്യമായിട്ട് ആ പെങ്കൊച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ തിരുപ്പതിയിൽ പോയി അറിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ആ ലഡ്ഡു കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ദേ അവിടെ വെച്ചോ ചേട്ടാ. അപ്പം എനിക്ക് മനസ്സിലായി,
ഈ കക്ഷി ഈ പ്രസാദം തൊടുകില്ല. അവിടെ വെച്ചോ ചേട്ടാ എന്ന് വെച്ചാൽ ആ ടീപ്പോയിൽ വയ്ക്കുക. ഞാനത് അവിടെ വെച്ചു, ഞാൻ പോന്നു. എനിക്കാര്യം മനസ്സിലായി. ഇത് ആർക്കറിഞ്ഞുകൂടാത്ത അത് അവരുടെ ശുദ്ധാശുദ്ധങ്ങളുടെ ഒരു ലിമിറ്റാണത്. അമ്പലത്തിലെ പ്രസാദം അത് അവർ കൈകൊണ്ട് തൊടുകില്ല ഈ പീരീഡിൽ. പിന്നെ അവരുടെ ഭർത്താവോ മക്കളോ ആരെങ്കിലും വരുമ്പോൾ അവർ പറയും, ദേ ആ തിരുപ്പതി ലഡ്ഡു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു നമ്മുടെ ചേട്ടൻ, അത് എടുത്ത് മാറ്റിക്കോ എന്ന് പറയും. ഇതൊക്കെ ശുദ്ധാശുദ്ധമായ ഹൈജീനുമായിട്ട് ഇതിന് ബന്ധമില്ല. ഷീ വാസ് ഹൈജീനിക്. ഞാൻ വീട്ടിൽ പോയി, എനിക്ക് അതിന് തുറന്നു, ആ ചേട്ടാ ഇരിക്കുമെന്ന് പറഞ്ഞു. ചായ കുടിക്കുന്നോ എന്ന് ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, കാരണം എനിക്ക് വേറെയും പല വീട്ടിൽ പോകാനുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഇതിനെ ഹൈജീനുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ഹൈജീൻ ഈസ് വേറൊരു നീറ്റ്നെസ്സിൻ്റെ ഒരു വകഭേദമാണല്ലോ ഹൈജീൻ. ഇത് എല്ലാ സ്ത്രീകൾക്കും അറിയാം. അത് തുണിയായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന കാലത്തും അറിയാം, പാഡായിട്ട് ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഇറങ്ങിയപ്പോഴും അറിയാം. അതുകൊണ്ട് പെണ്ണുങ്ങളെ പ്രത്യേകം ഇത് പഠിപ്പിക്കാനായിട്ട് കോൺഗ്രസ്സുകാരെ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഇനി അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ പഠിപ്പിച്ച് അടങ്ങുമെന്ന് തോന്നിയാൽ പോലും രാഹുൽ ഗാന്ധി അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആക്കുന്നത് അശ്ലീലമാണ്, അൺഅക്സെപ്റ്റബിളാണ്. എന്ത് വൃത്തികേടിൽ നിന്ന് കൊടുക്കുന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിയും അധപ്പതിച്ചിരിക്കുന്നു. ഇത് മഹാമോശ ഏർപ്പാടാണ്. നിങ്ങൾ പാഡിൻ്റെ പാക്കറ്റിലും പാഡിലും ഒക്കെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ ഫോട്ടോ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവം, എന്തൊരു നാണക്കേടാണ്, എന്തൊരു വൃത്തികേടാണ്. എനിക്ക് പോലും, ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഫാനൊന്നുമല്ല. അങ്ങനെ ഒരുപാട് കൊളരായ്മകൾ പറയാറുണ്ട്, അതൊക്കെ പലപ്പോഴും ഒക്കെ ഞാനും അതിനെ വിമർശിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ബേസിക് ഡീസൻസി അങ്ങേർക്കും അങ്ങേരുടെ പാർട്ടിക്കും ഉണ്ട് എന്ന് വിചാരിച്ചു ഞാൻ. അതുപോലുമില്ല. ഛേ, വാട്ട് എ നോൺസെൻസ്. താങ്ക് യു.